ഹലോ ഗായ്സ്. ഞാനിപ്പം വീഡിയോ ഇടുന്ന സമയത്ത് നമുക്കറിയാം ഡേവിഡ് കറ്റാല സാക്കായിട്ടുണ്ട്. ഡേവിഡ് കറ്റാല സാക്കായതിന് നമുക്ക് വലിയ ന്യായീകരണം ഒന്നും പറയാനില്ല. പുള്ളിക്കാരൻ 6 മത്സരം കിട്ടിയിട്ട് 6 മത്സരം തോൽക്കുകയാണ് ചെയ്തത്. പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സിനെ കിട്ടിയില്ല എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ കിട്ടിയ സമയത്തുള്ള സൂപ്പർ കപ്പിലൊന്നും പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം പുള്ളിയെ ജസ്റ്റിസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പം പുള്ളിയെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. എന്നാലും ഡേവിഡ് കറ്റാല ഒരു ബലിയാടായി മാറിയെന്ന് പറയാം. ഒരു കായുണ്ട്. ഡേവിഡ് കറ്റാല പോയതുകൊണ്ട് ഈ ടീമിനൊരു ഗുണവും നടക്കാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഈ ടീം എനിക്ക് തോന്നുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി ടീമല്ല, പോട്ടെ, നമ്മൾ കണ്ടെത്തുന്ന പിള്ളേർ കളിക്കുന്ന കളി ഉണ്ടാവുമല്ലോ, അതിൻ്റെ അത്ര പോലും ഇല്ലാത്ത കളിയാണ് ഇവന്മാർ കാണിച്ചത്. നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഡാനിഷ് ഫെറോക്ക് അങ്ങനെയുള്ള പ്ലേയേഴ്സിനൊന്നും കുറ്റം പറയല്ല. അവർ റിക്രൂട്ട് ചെയ്തവരെയാണ് സത്യം പറഞ്ഞാൽ കുറ്റം പറയേണ്ടത്. ആ റിക്രൂട്ട് ചെയ്തവന്മാരാണ് ഈ കിടക്കുന്ന ഈ പൊന്നു മഹാന്മാർ. കാണുന്ന മഹാന്മാരൊക്കെ അവന്മാരാണ്. റിക്രൂട്ട്മെൻറ്റിൽ പങ്കുള്ളവരാണ് ഇവരൊക്കെ. റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറൊക്കെ, അതൊക്കെ പെടും. പക്ഷേ മണിയൊക്കെ ഒബ്ജക്റ്റ് ചെയ്യുന്നത് ഇയാളാണെന്നുള്ളതാണ് ഈ ചങ്ങായി. പിന്നെ നിഖിലിന് വലിയ റോളില്ല. ബിഗ് ചാറ്റർജിക്കാണ് കൂടുതൽ റോൾ എന്നുള്ളതാണ്. സോ അയാൾക്കും ഇതിൻ്റെ പകുതി കുറ്റമുണ്ടെന്നുള്ളതാണ്. പൂർണ്ണമായും റിക്രൂട്ട്മെൻറ്റിനെ തന്നെ കുറ്റം പറയേണ്ട ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അണ്ടർ ഫ്ലോപ്പായിരുന്നു ഈ സീസൺ എന്ന് പറയുന്നതിന് ഇതിനേക്കാൾ വലിയൊരു തെളിവില്ല. നമ്മളിപ്പോൾ റോഡ് ടു അതിൻ്റെ ഗുണമാണ് നമ്മൾ കണ്ടുകൊടുക്കുന്നത്. റോഡ് ടു ഫൈനലിന് പകരം റോഡ് ടു റിലഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ നല്ലൊരു ആൾക്കാരാണ്. കാരണം ഇവർ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ എന്തായാലും നമുക്ക് ട്രോഫി അടിക്കാം, നമുക്ക് ഐ ലീഗ് പോയിട്ട് തൽക്കാലം നമുക്ക് ട്രോഫി അടിക്കാൻ ട്രൈ ചെയ്യാം, നമുക്ക് എന്തായാലും ISL കഴിയൂല എന്ന് അവർക്ക് മനസ്സിലായി തോന്നുന്നു. അതായിരിക്കും പരിപാടി. എന്ത് പറയുകയാണ് ഈ മക്കളെ കൊണ്ട് പറയുന്നില്ല. അപ്പം നമ്മളിപ്പം ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയൊക്കെ വിളിക്കുക എന്നുള്ളത് അത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഇവന്മാരുടെ മുഖം കാണുമ്പോൾ ആവണം എനിക്ക്. അപ്പം അങ്ങനെ ചിലതുണ്ട്. ഇവന്മാരുടെ ഉടായിപ്പൊക്കെ പൊളിക്കാൻ ഇനിയും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് എന്നതാണ്. മാനേജ്മെൻറ്റിന് ഞാൻ സത്യം പറയട്ടെ, നമ്മളിപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സ് പോയി, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറിയും ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവന്മാർ നന്നാവില്ല എന്നുള്ളതാണ്. അതിന് പ്ലേയേഴ്സിനെ ഡാനേഷിനെയോ സന്ദീപിനെയൊന്നും കുറ്റം പറയല്ല എൻ്റെ സത്യത്തിൽ പറയാം. അവർ അണ്ടർ ഫ്ലോപ്പ് പ്ലേയേഴ്സാണ്. പക്ഷെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ക്വാളിറ്റി എന്തോ അത് അവരെടുക്കുന്നു. അതല്ല, നമുക്ക് അതിനേക്കാളും ക്വാളിറ്റി പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. അത് വരാത്തവരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്. അത് മാനേജ്മെൻറ്റാണ്. അവർക്കെതിരെ എങ്ങനെ പ്രതിഷേധം നടത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചി സ്റ്റേഡിയം ഉണ്ടല്ലോ, ഈ കൊച്ചി സ്റ്റേഡിയത്തിൽ പോയി കയറിയിരുന്ന് പ്ലേയേഴ്സിനൊക്കെ ശല്യമാകുന്ന രീതിയിൽ മാനേജ്മെൻറ്റിനാണ് ഞാൻ ഒരു ബന്ധവുമില്ല. കാരണം ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കുന്നത്. എന്താ ഇപ്പോൾ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരൊരു നല്ലൊരു ഇവരെ പാഠം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകരുത്. റോഡിൽ നിന്ന് പ്രതിഷേധം ചെയ്യണം നമ്മുടെ ടീം. അപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചാനലുകൾ ക്യാരി ചെയ്യുക കാര്യങ്ങൾ, ന്യൂസ് ക്യാരി ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും, അറ്റൻഷൻ കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാം. മാനേജ്മെൻറ്റിന് എന്നെ മനസ്സിലാവുന്ന മണ്ടന്മാരായ മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഡേവിഡ് കറ്റാലയുടെ കാര്യം അടുത്ത ബലിയാടായി മാറിയിട്ടുണ്ട്. അയാൾക്ക് പകരം ഏതോ ഒരു വേസ്റ്റ് ഫുഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് ഫുഡിനെയൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നാണ്. വല്ല കാര്യം ഉണ്ടാവുമോ ദൈവത്തിനറിയാം. എന്നാൽ എൻ്റെ പൊന്നു നികരണ, താങ്ക് യു മാനേജ്മെൻറ്റ് ഫോർ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മക്കൾ വരും ഇപ്പം ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ താങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്കൊന്നും ഈ ഒരു വീഡിയോയിൽ പ്രവേശനമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പൂർണ്ണമായി മാനേജ്മെൻറ്റിൻ്റെ ഇറക്കുന്ന വീഡിയോ ആണ്. അതായത് മനസ്സിലാക്കുക, മാനേജ്മെൻറ്റിൻ്റെ ഉടായ്പ് പരിപാടികൾ പൊട്ടിക്കുന്ന വീഡിയോ ആണ്. ഇവിടെ മൂടുതാങ്ങികൾ വന്നിട്ട് ന്യായീകരണം മെഴുകേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് പോയി മെഴുകിയാൽ മതി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പം ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഇവന്മാരെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. ബൈ.